ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് കഴിഞ്ഞു പോയി, എന്നാലും വേണ്ടില്ല, മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മുടെ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, പൊണ്ണത്താലയുടെ പരിപാടിക്ക് നമ്മൾ പോവാട്ടോ. അപ്പോൾ ആക്ച്വലി പോയതല്ല, ഇന്നലെ ആയിരുന്നു പരിപാടി. എനിക്ക് ഇൻട്രോ വീഡിയോ ഇന്നലെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം ഇന്നലെ പിന്നെ ഭയങ്കര ടയേർഡായി പോയി, നടന്ന് കാരണം ഒരു 3 മണിക്ക് നമ്മൾ പോയിട്ട് പിന്നെ എത്തിയത് ഒരു 10 മണിക്കാണ്. ഭയങ്കര ക്ഷീണമായി പോയി. പിറ്റേ ദിവസം ഞാൻ ഇൻട്രോ വീഡിയോ എടുക്കണേ. പക്ഷെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഇപ്രാവശ്യം നല്ല വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല, കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ എടുത്ത പൊണ്ണത്തലയുടെ എല്ലാ പരിപാടിയും കാണാം. ഇപ്രാവശ്യം നല്ല അടിപൊളി കിടക്കാച്ചി സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തോരം പാപ്പാമ്മമാരികളായിരുന്നു, പാപ്പാനികളായിരുന്നു. ഈ ഹെയർ സ്റ്റൈൽ ഞാൻ വെറുതെ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇട്ടതാ. എനിക്ക് അത്ര കൊള്ളൂല, പിന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടത് വെച്ചിട്ട് ഞാൻ വെച്ച അങ്ങനെ തന്നെ. അപ്പം അധികം വൈകിപ്പിക്കണില്ല, നമുക്ക് വീഡിയോ പോവാം. ഗൈസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് കരോളമാണ് നമ്മുടെ തൃശ്ശൂരിൽ നടക്കണേ. അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്റ്റിൽ സ്ഥലത്ത് വന്നിട്ട് നമുക്ക് ഫോട്ടോസോ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഫുൾ റൗണ്ട് ഇങ്ങനെ അടിച്ചടിച്ചാണ് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കണേ. ഭയങ്കര എനർജി ആയിരുന്നു ഗൈസ് അവർക്ക്. അതിൽ ചിലവരൊക്കെ പകുതി എത്തിയപ്പോഴേക്കും ക്ഷീണിക്കുന്നുണ്ടായിരുന്നു. എന്നാലും പാട്ട് വന്നാൽ ഒരു ഫുൾ പവറൊക്കെ ആയിരുന്നു. ഇന്നൊരു ഡ്രോൺ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഫുൾ റെഡ് കളറിലായിരിക്കും നമ്മുടെ തൃശ്ശൂർക്ക്. കാരണം അതിനും മാത്രം ക്രിസ്മസ് പപ്പാനികൾ. കുറച്ച് പപ്പാനികൾ തളർന്ന് ക്ഷീണിച്ചത് ആ റോട്ടിൽ നടുക്കിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഇപ്പോൾ ഇടയ്ക്ക് ഫ്രണ്ടിൽ കയറി 2 സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ടായിരുന്നു. 2014 നമുക്ക് വേൾഡ് ഗിന്നസ് റെക്കോർഡ് തൃശ്ശൂരിന് കിട്ടി. ഇത് വലിയൊരു ഐറ്റം തന്നെയായിരുന്നു. അവിടെ പോയപ്പോൾ മേലെ കമ്പി തട്ടാണ്ട് കൊണ്ടുപോണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരുപാട് വെറൈറ്റി ടാബ്ലോസ് ഒക്കെ ഉണ്ടായിരുന്നു. 15 വലിയ ടാബ്ലോയും മൊത്തത്തിൽ 21 ടാബ്ലോ ആയിട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ അവസാനം പോകുമ്പോഴാണ് കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ആൾക്കാർ നോക്കും കേട്ടോ, അത് ആ കമ്പി കിടക്കുമോ ഇല്ലയോ എന്നൊക്കെ ആയിരുന്നു നമ്മുടെ ക്യൂരിയോസിറ്റി. പിന്നെ നടന്ന് കുറച്ച് പപ്പാനികളുടെ അടുത്ത പരിപാടീസൊക്കെ പോയി കണ്ടു. അതെന്തായിരുന്നു ഗൈസ്, അവർക്ക് ഒടുക്കത്തെ പവർ. ഏത് ഇടവകയാണോന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമെന്നെങ്കിൽ ഒന്ന് വെച്ചിട്ട് കമൻറ്റ് ചെയ്തേ കിട്ടും. ഓരോ ടാബ്ലോ കഴിയുമ്പോഴും ഒരു പപ്പാനികളുടെ ഡാൻസ് ഉണ്ടാവും, ഒരു സെറ്റ്. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ നമ്മുടെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. 107 ഇടവകളാട്ടോ. അതിൽ നിന്ന് 10,000-ലധികം പാപ്പാന്മാരെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ എന്ത് രസമായിട്ടാണ് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നത്. അവരങ്ങനെ ആസ്വദിച്ച് കളിക്കുമായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത പരിപാടിക്ക് ഇങ്ങനെ നീങ്ങിപ്പോയി കണ്ടു. ഈ കൂട്ടത്തിൽ നമ്മൾ സ്റ്റാർ ഇവനായിരുന്നു കേട്ടോ. അത് കണ്ടില്ലേ, ആൾക്കാരൊക്കെ തൊട്ടിട്ടും ഒരു അനക്കോ ഇല്ലാണ്ട് അവൻ അവിടെ സുഖിച്ച കൊട്ടേരുള്ളിലിരിക്കുകയായിരുന്നു കേട്ടോ. ആദ്യം കണ്ടപ്പോൾ പാവയാണെന്ന് വിചാരിച്ചത്. പിന്നെ അത് ഇനങ്ങണ കണ്ടപ്പോഴാണ് അത് നമ്മുടെ കുഞ്ഞു പട്ടിക്കുട്ടിയാന്ന് വിചാരിച്ചത്. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അടുത്തത് വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ടാവാം അടുത്ത പരിപാടി. കാരണം ഭയങ്കര വിശപ്പുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ ആ 3 മണി തൊട്ട് നിൽക്കണ കാരണം നമുക്ക് കാലങ്ങനെ കഴക്കായിരുന്നു. അങ്ങനെ ഞാൻ നെയ് റോസ്റ്റും മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സമാധാനം ആ ഫുഡ് കിട്ടിയപ്പോൾ. ഗൈസ്, ഈ പരിപാടി എനിക്ക് ആൻസാട്ടോ പറഞ്ഞത്. അതായത് നമുക്ക് മസാല ദോശ കഴിക്കാൻ തോന്നിയാൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ഇലയിലുള്ള മസാല ദോശ എടുത്തിട്ട് അതിന് പകുതിയാക്കി ഷെയർ ചെയ്യുക. അപ്പം നെയ് റോസ്റ്റിൻ്റെ മസാല ദോശ അവന് മസാല ദോശ വേസ്റ്റ് ആവില്ല. ഇവൻ പറഞ്ഞാണ് ഞാൻ അറിയണേ. നിങ്ങളിങ്ങനെ ചെയ്യണ ആൾക്കാരാണെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കട്ടോ, ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ നമ്മളെല്ലാവരും ഒരേ കൂട്ടാണോ അല്ലയോ എന്ന്. ഈ ഐഡിയ ഞാൻ ആൻസ് പറഞ്ഞിട്ടാണ് കേൾക്കണേ. നമ്മളിങ്ങനെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല, അതായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അടിപൊളിയായി. നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ അടിച്ച് പോണ വഴി ഞാനത് അവിടെ നിന്ന് വീഴാൻ പോയിട്ടോ. എന്നിട്ട് ഞാനത് ക്യാമറയിൽ പിടിച്ചോ എന്നാണ് നോക്കിയത്. പാർമേക്കാവിൻ്റെ അടുത്തുള്ള അനുപമ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. അതിൻ്റെ കാണാനില്ല, എവിടെയോ പോയി എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അടുത്ത ടാബ്ലോസ് കാണാനുള്ള പരിപാടിയിലൊക്കെ പോയി നല്ല അടിപൊളി ടാബ്ലോസൊക്കെ കണ്ട്.
ശിവപേരുടെ ആഘോഷ പെരുമയിൽ ഏറ്റവും മികവുറ്റ ജാതി മത്സരക്കൊപ്പം തന്നെ ഏറ്റവും കലയുടെ ബോർണത്താലെ 2024ന്റെ ഈ വർണ്ണാഭമായിട്ടുള്ള കാഴ്ച എങ്കിൽ പോലും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ജയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങളുടെ ആ കാഴ്ച ഇപ്രാവശ്യത്തെ ബോണത്തലയുടെ പൈസ കൊണ്ട് നമ്മൾ 5 പാവപ്പെട്ടവർക്കാക്കണം വീട് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ തൊട്ട് വലിയ അമ്മമാർ വരെ പരിപാടിയൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കാണുമ്പോഴാണ് ഭയങ്കര എഫക്റ്റ് വരുന്നത്. ഈ കഥകളിയൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ നേരിട്ട് കാണുമ്പോൾ. പിന്നെ ഇതാ ഈ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ഒരു ക്രിസ്മസ് ട്രീ ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു സംഭവം. പിന്നെ അതേ 15 വലിയ ടാബ്ലോയിൽ ഇതൊരു വലിയ ടാബ്ലോ ആയിരുന്നു. മഞ്ഞുമലയുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്രത്യേക തരം ആംഗിളിലെടുത്ത ടാബ്ലോ ആയിരുന്നു കേട്ടോ. ഇതാ കണ്ടില്ലേ, ക്രിസ്മസ് സ്പെഷ്യൽ ക്രിസ്മസ് ബലൂണും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചുറ്റും നടക്കുമ്പോൾ പൂരത്തിനുള്ള അതേ വൈബ് തന്നെയാട്ടോ എനിക്ക് കിട്ടിയത്. ആ കോർപ്പറേഷൻ്റെ മുകളിൽ സബ്വേയുടെ മുകളിലൊക്കെ ആൾക്കാർ കയറിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പൂരത്തിനൊക്കെ കാണാമല്ലേ, അതേപോലെ തന്നെ നല്ല വ്യൂ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതേ ഇഷ്ടംപോലെ സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ പിന്നെ പൊത്തി കയറാനൊന്നും പറ്റിയില്ല, അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. ഇപ്രാവശ്യം ക്രിസ്മസ് പപ്പാനികൾ വീൽ ചെയറിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഞാൻ കണ്ടുമായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ നല്ല കളർഫുള്ളായി. അപ്പം തന്നെ സമയം ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വെച്ച് ഇതേ ഒരു സൈക്കിളിൽ പപ്പാനി ഓടണ കാണാൻ നിങ്ങൾക്ക്. ഈ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. മൂവ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. വെറും 10 അടി വീതി മാത്രമാണ് സ്വരാജ് ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്ത് ഡാൻസിംഗ് പാപ്പമാർക്കും ഫ്ലോട്ടിനും പോകത്തക്ക രീതിയിൽ ഇപ്പോൾ ഉള്ളത്. കുറച്ചുകൂടി സൗകര്യം ഒരുക്കി തരണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കും. അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവിന് തോന്നിയ ഒരു ആശയം ഗാനവും പിന്നീട് 2014 ക്രിസ്മസ് ഘോഷയാത്ര കൃത്യമായി പുലുകിയത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നാം കണ്ടതാണ്. 2020 കാഴ്ചയിൽ നമുക്കത് തുടരാൻ സാധിച്ചില്ലെങ്കിലും നേരത്തെ കണ്ട ക്രിസ്മസ് വണ്ടിയില്ല, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ 60 അടിയുടെ ടാബ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ LED ആണ്. അതിന് നെല്ലും ആ ഒരു ഏതൻ തോട്ടം എന്നൊക്കെ പറയുന്നത് സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഡേ കൂടെ സ്കേറ്റിങ്ങിൻ്റെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ പരിപാടിയുടെ അവസാനത്തോട്ടെത്തി. ഇനി നമ്മൾ ടാബ്ലോസ് മാത്രമേ കാണിക്കാനുള്ളൂ കേട്ടോ. അതേ മേരി അവിടെ നിന്ന് വയ്യാണ്ടായി തോന്നുന്നുണ്ട്, ആ കുഞ്ഞി മാലാക. അങ്ങനെ ടാബ്ലോസൊക്കെ പോയി പരിപാടി ഏതാണ്ടൊക്കെ അവസാനിപ്പിക്കാറായി. ഇപ്രാവശ്യം അടിപൊളിയായിരുന്നു അല്ലേ? നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നൊന്ന് ജസ്റ്റ് കമൻറ്റിൽ അറിഞ്ഞിരിക്കും കേട്ടോ. പിന്നെ അതേ ഈ ഒരു അടിപൊളി LED മാൻ സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ നിങ്ങളെ കാണിക്കാൻ മിസ്സായി എന്ന് വിചാരിച്ചൊരു ഐറ്റം ആട്ടോ ഇത്. നമ്മൾ തിരിച്ച് പോയി വന്നിട്ട് ഇതേ പുക വിടുമ്പോൾ എടുത്തതാണ്. ഇതും അടിപൊളിയായിരുന്നു. ക്രിസ്മസ് അപ്പം ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കാണിച്ചു തന്നു കേട്ടോ ഒരു ടാറ്റ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഗൈസ്. ഇനി നേരെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.